നന്ദു, ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജിവെക്കുന്ന വേളയിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുവാനായി, ആ സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനായി ഇതാ ഞാൻ ഈ രാജിക്കത്ത് നൽകുന്നു, ധാർമ്മിക ഉത്തരവാദിത്തം ഏൽക്കുന്നു. ഒപ്പം ഈ രാജിയുടെ ഒരു അടിസ്ഥാനപരമായ കാരണമെന്നത് ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ബംഗ്ലാദേശും മറ്റൊരു ശ്രീലങ്കയും ഒക്കെയാക്കി ഈ രാജ്യത്തെ മാറ്റാനുള്ള ശ്രമം അനുവദിക്കില്ല, അതിൻ്റെ ഭാഗമായി രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ പടിയിറങ്ങുന്നത്. നന്ദു, ഇന്ന് ശ്രീ ഗൗതം, താങ്കൾ ഇന്ന് കേരളത്തിലെ ഏത് മാധ്യമങ്ങളിൽ ഒരു ചർച്ച താങ്കൾ വീക്ഷിച്ചാലും അതിനകത്ത് ഏറ്റവും പ്ലസൻ്റായി, ഏറ്റവും പുഞ്ചിരിയോടെ, ഏറ്റവും സന്തോഷവാന്മാരായി ആ ചർച്ചകളിലൊക്കെ, ആ ഡിബേറ്റുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുമെങ്കിൽ അത് BJPയുടെ പ്രതിനിധികളായി ചർച്ചകളിൽ വരുന്നവരായിരിക്കും. മറ്റെല്ലാവരുടെയും മുഖത്ത് നിങ്ങൾ ഇന്നൊരു വലിയ വിഷാദം കാണാൻ സാധിക്കും. കാരണം അവർ ആഗ്രഹിച്ചിരുന്ന ചിലത് ഡൽഹിയിൽ ഇന്ന് പൊലിഞ്ഞു പോയിട്ടുണ്ട്. അവർ വിചാരിച്ചത് ഈ പറയുന്ന പാർട്ടി പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ചില വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് രാജ്യവിരുദ്ധരുടെ പണം കയ്യിൽ വാങ്ങി വെച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന നറേറ്റീവിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കാമെന്ന് അവർ ധരിച്ചിരുന്നു. ആ ധാരണകളുടെ ചീട്ട് കൊട്ടാരം ഇന്ന് തകർന്നു വീണിരിക്കുകയാണ്. ഇന്ന് രാജ്യത്ത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോടുകൂടി ഒരു കാര്യം രാജ്യത്തെ സർക്കാർ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ മുന്നിലും ഞങ്ങൾ മുട്ടുമടക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലാണല്ലോ ഇന്ന് ഒട്ടേറെ പേർ സന്തോഷിക്കുന്നത്. ആരാ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതുണ്ടാ? നെഞ്ചിൽ കൈവച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഏതു നിമിഷവും സ്വന്തം ശരീരം വരെ സമർപ്പിക്കാം എന്ന് പ്രാർത്ഥന പാടി രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഓരോ സ്വയം സേവകന്മാരുടെയും ഉള്ളിനകത്ത് ഈ പറയുന്ന മന്ത്രിക്കുപ്പായവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഥാനമാനങ്ങളും ഒന്നും അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുക പോലും ചെയ്യില്ല. അതെല്ലാം ഈ രാഷ്ട്രത്തിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം നടത്താനുള്ള ഉപാധികൾ മാത്രമാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് ഈ രാഷ്ട്രത്തെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി അടക്കമുള്ള ഓരോ BJPയുടെ മന്ത്രിമാരും എന്ന് ഇവർക്ക് കാണാൻ കഴിയില്ല. കാരണം അഴിമതി കൂമ്പാരങ്ങളുടെ പേരിൽ നാറ്റം സഹിക്കാതെ രാജിവെച്ച് പുറത്തുപോയവരുടെ പിന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല മാണിക്യം പോലെ തിളങ്ങുന്ന ഇത്തരം നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പക്ഷേ നിങ്ങൾ ആരും കരുതണ്ട, അത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടി അവർ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ രാജിവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ, വിദ്യാർത്ഥികളെ മുന്നിൽ ഷീൽഡാക്കി നിർത്തി ഈ രാജ്യത്തിനെതിരെ ഒരു കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ച ഈ നാട്ടിലെ ഇന്ത്യ മുന്നണി അടക്കമുള്ള രാജ്യവിരുദ്ധ ധ്വംസക ശക്തികളുടെ മുന്നിൽ ഒരു മിനിറ്റ് പോലും തല താഴ്ത്തില്ല എന്ന് അടിവരയിട്ടൊരു കുറിപ്പുമായിട്ടാണ് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചിരിക്കുന്നത്. ഇവിടെ ഒട്ടേറെ പേർ ഇതിൻ്റെയൊക്കെ മെറിറ്റ് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെയൊക്കെ അച്ഛൻ ഞങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ പേർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ രാജ്യസഭയിലൂടെ ഡൽഹിയിൽ ചെന്നിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള പണിയും എടുക്കാത്ത ചില ആളുകൾ ഉൾപ്പെടെ വിദേശവാസം കഴിഞ്ഞ് രാജ്യത്ത് വന്ന് രാജ്യത്ത് അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അരാഷ്ട്രീയവാദ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കഷ്ടപ്പെടുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, അതെ, ഇവിടെ വിജയിച്ചിരിക്കുന്നത്, ഇവിടെ ഞങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തിനു വേണ്ടിയിട്ട് സർവ്വവും മാറ്റിവെച്ചിട്ടുള്ള രാഷ്ട്രസ്നേഹികളായിട്ടുള്ള BJPയുടെ നേതാക്കന്മാർ ആരുടെയെങ്കിലും മുന്നിൽ ഒന്ന് തലകുനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ യുവാക്കളുടെ മുന്നിലാണ്, അത് രാജ്യത്തെ യുവ സമൂഹത്തിൻ്റെ മുന്നിലാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് ഇന്ന് നിങ്ങൾ കണ്ടത്, അതാണ് ഇന്ന് കേരളം അല്ലെങ്കിൽ ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്.